രാജീവ് നാഥ് സംവിധാനം ചെയ്ത കാവേരി എന്ന ചിത്രത്തിലൂടെ സ്വപ്നതുല്യമായ തുടക്കം കുറിച്ച നടിയാണ് തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിയായ സിതാര. മമ്മൂട്ടിയും മോഹൻലാലും നെടുമുടി വേണുവുമായിരുന്നു ഈ ചിത്രത്തിലെ നായകന്മാർ. മമ്മൂട്ടിയും മോഹൻലാലും സിതാരയുടെ നായകന്മാരായി അഭിനയിച്ചത് സിതാരയ്ക്ക് മൈലേജ് കൂട്ടി. പിന്നീട് അങ്ങോട്ട് സിതാരയുടേതായ ഒരു കാലം പിറന്നു. സിതാര ജാതകത്തിലും ഭജനത്തിലും മഴവിൽ കാവടിയിലും ഒക്കെ അഭിനയിച്ച് പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു. പക്ഷേ പിന്നീട് സിതാരയ്ക്ക് കൂടുതൽ കാലം മലയാളത്തിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല. അനിയത്തി വേഷങ്ങളിലും ഒക്കെ സിതാര ഒതുങ്ങിക്കൂടി. എങ്കിലും അഭിനയിച്ച മലയാള ചിത്രങ്ങളിലെല്ലാം തൻ്റേതായ സിഗ്നേച്ചർ ഇടാൻ അവർക്ക് കഴിഞ്ഞു. മലയാളത്തിൽ നിഷ്കളങ്ക സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിരുന്നു സിതാര. നമ്മുടെ തൊട്ട് അയൽവക്കത്തെ വീട്ടിലെ പെൺകുട്ടി എന്ന് സിതാരയെ ചൂണ്ടി പലരും പറഞ്ഞിട്ടുണ്ട്. അത്രയേറെ സ്വാഭാവികമായിരുന്നു സിതാരയുടെ കേരളീയ രൂപം, അല്ലെങ്കിൽ മലയാള രൂപം. പക്ഷേ തമിഴ് സിനിമയിലെത്തിയപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ചൂട് നിറയ്ക്കുന്ന സിതാരയാണ് കണ്ടത്. കെ ബാലചന്ദർ സംവിധാനം ചെയ്ത പുതു അർത്ഥങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സിതാര തമിഴിലെത്തിയത്. ആ ചിത്രത്തിൽ സാമാന്യം സെക്സിയായി തന്നെ സിതാര അഭിനയിച്ചു. സിതാരയും നമ്മുടെ പഞ്ചാഗ്നി ഗീതയും മത്സരിച്ച് സെക്സിയായ ചിത്രമാണ് പുതു അർത്ഥങ്ങൾ. സൂപ്പർ ഹിറ്റ് പാട്ടുകളുള്ള ഈ ചിത്രം വലിയ ഹിറ്റായി മാറി തമിഴ്നാട്ടിൽ. റഹ്മാനെ തമിഴ്നാട്ടിൽ പ്രതിഷ്ഠിച്ചത് പുതു അർത്ഥങ്ങൾ എന്ന ചിത്രമാണ്. അതിനുശേഷം റഹ്മാനെയും സിതാരയും ലാക്കാക്കിക്കൊണ്ട് 12ഓളം ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങി. പുതു അർത്ഥങ്ങൾ സംവിധാനം ചെയ്തത് ബാലചന്ദർ ആണെങ്കിൽ അവരുടെ അടുത്ത ചിത്രം സംവിധാനം ചെയ്തത് റഹ്മാൻ സിതാര ജോഡികളുടെ അടുത്ത ചിത്രം സംവിധാനം ചെയ്തത് സൂപ്പർ ഹിറ്റ് സംവിധായകൻ KS രവികുമാറാണ്. പുരിയാതെ പുതിർ ചിത്രം. ഈ ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് സിതാരയും റഹ്മാനും തമ്മിൽ ഉടക്കിയത്. ഈ ചിത്രത്തിൽ ബെഡ്റൂം സീനുണ്ട്. ബെഡ്റൂം സീനിൽ റഹ്മാനോട് ഇഴുകിച്ചേർന്ന് അഭിനയിക്കാൻ സിതാര മടിച്ചു. റഹ്മാനാകട്ടെ സംവിധായകൻ പറയുന്നത് കേട്ട് സിതാരയുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കാൻ ശ്രമിച്ചു. ഇരുവരും തമ്മിൽ തർക്കമായി. ഒടുവിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആ പടം തീർത്തു. സിതാരയ്ക്ക് പുരിയാത പുതിരിലും സെക്സിയായി അഭിനയിക്കേണ്ടി വന്നു. അതിനുശേഷം താൻ സെക്സിയായി തമിഴിൽ അഭിനയിക്കില്ലെന്നും റഹ്മാനുമായി ഒരു പടവും ചെയ്യില്ലെന്നും സിതാര തീരുമാനിച്ചു. ആ തീരുമാനം സിതാരയ്ക്ക് തിരിച്ചടിയായി മാറിയെന്ന് വേണം പറയാൻ. പിന്നീട് രജനീകാന്തിൻ്റെ അടക്കം സഹോദരിയായി അഭിനയിക്കേണ്ട ഗതികേട് തമിഴിലെ സൂപ്പർ നടിയായിരുന്ന സിതാരയ്ക്ക് വന്നു ചേർന്നു. സിതാര പിന്നീട് കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് പോയി. കന്നഡയിൽ സിതാര വളരെ വളരെ ശ്രദ്ധിക്കപ്പെട്ടു. കന്നഡയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയായി സിതാര മാറി. സിതാരയും സംവിധായകൻ ബിപിൻ ദാസും തമ്മിലുള്ള ബന്ധവും ശ്രദ്ധേയം. ബിപിൻ ദാസ് ആയിരുന്നു സിതാരയുടെ ഡേറ്റുകളും മറ്റുമൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. ആ ബന്ധത്തെപ്പറ്റി കുറേ ഗോസിപ്പുകളും അക്കാലത്ത് പരന്നു. സിതാര അതൊന്നും കാര്യമാക്കിയില്ല. ഇപ്പോൾ ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തുകയാണ് സിതാര മലയാള സിനിമയിൽ. നല്ല വേഷങ്ങൾ കിട്ടിയാൽ താൻ അഭിനയിക്കുമെന്ന് അവിവാഹിതയായ സിതാര പറയുന്നു. സിതാര അവിവാഹിതയാകാൻ കാരണം സിനിമ പാഷനായി സ്വീകരിച്ചതുകൊണ്ടാണ് എന്നാണ് അവരുടെ കണ്ടെത്തൽ. മാതാ അമൃതാനന്ദമയിയുടെ ഭക്തയായ സിതാര ആത്മീയ ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവർ അഭിനയ രംഗത്തേക്ക് വരുന്നുണ്ട്. നല്ല നടിയാണ് സിതാര. അതുകൊണ്ട് പുതിയ തലമുറ അവരെ മറക്കരുത്.